കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വം. ആദരണീയനായ ദേവദാസൻ ഡോക്ടർ ബോബൻ ഫ്രെഡി ജോർജ്, അതുപോലെ പ്രിയ സഹായത്തിനായിട്ടിരിക്കുന്ന കർത്താവിദാസൻ സാമറീസ്, അതുപോലെ മറ്റ് ദേവദാസന്മാർ, ദൈവസഭയിലുള്ള ദൈവമക്കൾ, അതുപോലെ ഈ മീറ്റിങ്ങിൽ എൻ്റെ മോള് മസ്കറ്റിൽ നിന്ന് കയറിയിരിക്കുന്ന അനാശ് മോൾ കുടുംബം, നെൽസൺ കുടുംബം, എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. ഇങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് തന്ന ഈ നല്ല അവസരത്തിനായിട്ട് കർത്താവിന് സ്തുതിയും നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. പ്രിയ ഭവൻ പാസ്റ്ററെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ദുബൈയിൽ അവരുടെ പാസ്റ്ററായിട്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു എൽഡറായിട്ട് ആ സഭയോട് ചേർന്ന് പ്രവർത്തിച്ചു. അദ്ദേഹം ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും അതിൻ്റെ ഗ്രാജുവേഷനൊക്കെ ഞാനും കടന്നുപോവുകയും പ്രാർത്ഥിക്കുകയും തൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ ഭവനത്തിൽ പാസനേജിൽ വന്ന് ഒരു കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു. ആ സമയം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ അയർലൻഡിൽ പോയാലും നിങ്ങൾ അവിടെ ഒരു ശുശ്രൂഷകനായിരിക്കും. നിങ്ങളുടെ ജോലിയല്ല നിങ്ങൾക്ക് മുഖ്യമായിട്ട് വരാൻ പോകുന്നത്, നിങ്ങളവിടുത്തെ ഒരു ശുശ്രൂഷകനായിട്ട് കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും എന്ന് പറയുവാനിടയായി തീർന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു. അത് സംഭവിച്ചപ്പോൾ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിക്കുകയും ശുശ്രൂഷ ഏറ്റെടുക്കുന്ന വിഷയത്തിൽ എന്നോട് പറയുകയും പ്രാർത്ഥിക്കുകയും, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചില കാര്യങ്ങളൊക്കെ അത്യാവശ്യം പറയുകയും ചെയ്യാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ റീന സിസ്റ്റർ, അതുപോലെ തന്നെ ഹന്ന, ജെരമ്യ എൻ്റെ പാസനേജ് വന്നാൽ അവൻ അവിടുന്ന് പോവുകയില്ല, ഞാനിവിടെ നിൽക്കുകയാണെന്ന് പറയും. അതുപോലെ ആയിരുന്നു കൊച്ചായിരുന്നപ്പോൾ. അങ്ങനെ വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ആ കുടുംബത്തെ കർത്താവ് വിദേശത്ത് കൊണ്ടുവന്ന് അവരുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പങ്കെടുക്കാൻ എളിയവനെയും ദൈവം സഹായിച്ച ദൈവസ്നേഹത്തിനായിട്ട് സ്തോത്രം. കൂടെ ഉള്ളതുകൊണ്ട് വരും എന്നുള്ള നിലയിൽ ചിന്തിച്ചു. പക്ഷേ അതിന് ദൈവം അവസരം തന്നില്ല. അതിനു മുമ്പേ ദൈവം അവളെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് ഇവിടെ വരുവാനും ഇടയായിത്തീർന്നത്. ഭവനത്തിൽ ഒറ്റയ്ക്കായിരിക്കുന്നത് ബുദ്ധിമുട്ടായപ്പോൾ മോനാണ് പറഞ്ഞത്, നമുക്ക് പപ്പ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവൻ വിസാക്ക് റെഡിയാക്കി. അങ്ങനെയാണ് ഞാനിവിടെ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് എത്തിച്ചേർന്നത്. ദൈവസഭയിൽ ഇപ്പം ആരാധിക്കുന്ന ദൈവസഭയിൽ ഞാൻ ആ ഞായറാഴ്ച കടന്നുപോയി. പിന്നീട് ബോംബാസ്റ്ററിനോട് ഈ കാര്യങ്ങൾ പറയുകയും ഞാനത് ഏറ്റെടുക്കുകയും ചെയ്യാനിടയായിത്തീർന്നു. എനിക്ക് ലങ്സിൻ്റെ ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടലിന് ചില ബുദ്ധിമുട്ട്. അതിൽ നിന്നെല്ലാം ദൈവം ഇപ്പോൾ ഒരു ആശ്വാസവും വിടുതലും തന്ന് എന്നെ നടത്തുന്നു. നിങ്ങളെല്ലാവരും എന്നെ ഓർക്കുമ്പോൾ ഇപ്പോഴും എന്നെ ഹൃദയത്തിൽ വഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ IGM സൗത്ത് ഡബിളിലുള്ള ഈ ദൈവസഭയിൽ ഇങ്ങനെ ഒരു സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് മുന്നോട്ട് നീങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. എന്നോട് പറഞ്ഞിരിക്കുന്നത് സമയം 9 മണിക്ക് അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ നിൽക്കാമെന്നുള്ള ചിന്തയിലാണ് ഞാൻ ആരംഭിക്കുന്നത് ഈ വചനം ശുശ്രൂഷ. ഇന്നിവിടെ അവസാനിക്കുന്നില്ലെങ്കിൽ ദൈവം അനുവദിച്ചാൽ ഇത് കണ്ടിന്യൂവേഷനായിട്ട് നാളെ ഉണ്ടാവും. ദൈവം നമുക്ക് വേണ്ട ജ്ഞാനവും കൃപയും ഒക്കെ തരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വേറെ നിലയിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. ഇളക്കപരിപ്പങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പം ഫിസിക്കലായിട്ടുള്ള സമയത്ത് ദൈവം കൊണ്ടുപോകുന്ന പോലെയൊക്കെ ചിലപ്പോൾ പോയെന്ന് വരും. എനിക്ക് എൻ്റെ ശൈലി മാറ്റാനൊക്കത്തില്ല. കർത്താവിനെ ഏൽപ്പിച്ച നിലയിൽ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടി
നിങ്ങൾ ആയിരിക്കുക. സൂമിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ദൈവത്തെ പോലെ അത്രയും വലിപ്പപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഭയഭക്തിയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുക. ഭവനത്തിലാണെങ്കിലും മറ്റ് ജോലികൾ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല. മറ്റു കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാതെ ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെ മുമ്പിൽ വളരെ ശ്രദ്ധയോടും വളരെ പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിലേക്ക് വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളിൽ വായിക്കാൻ പ്രാപ്തിയുള്ളവർക്ക് ഞാൻ ദൈവവചനം പറയുമ്പോൾ അത് ശബ്ദമുയർത്തി വായിക്കാവുന്നതാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് ശബ്ദമുയർത്തി വായിക്കണം. അത് ഉത്സാഹത്തോടെ വായിക്കണം, ശബ്ദമുയർത്തി വായിക്കണം. വായനയ്ക്കകത്ത് തന്നെ ഒരു ശുശ്രൂഷയുണ്ട്, അതും കൂടെ നിങ്ങൾ ഗ്രഹിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. 49-ാം സങ്കീർത്തനത്തിൻ്റെ 7, 8, 9 വാക്യങ്ങൾ ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ വായിക്കാവുന്നതാണ്. 49-ാം സങ്കീർത്തനം 7, 8, 9 വാക്യം. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് കൊടുപ്പാനോ ആർക്കും കഴിയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അതൊരു നാളും സാധിക്കില്ല. കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർണമാം വീണകളിൽ പാടിയിടും വീണ്ടെടുപ്പിൻഗാനം. സ്വർണമാം വീണകളിൽ പാടിയിടും വീണ്ടെടുപ്പിൻഗാനം. ആ ഗാനം സ്വർഗീയ രാഗങ്ങളാകയാൽ വീണ്ടെടുത്തോർ മാത്രം പാടിയാനന്ദിച്ചിടുമ്പോൾ പാരിലെ കഷ്ടങ്ങൾ ആദിനമോർക്കുകില്ല. പാടിയാനന്ദിച്ചിടുമ്പോൾ പാരിലെ കഷ്ടങ്ങൾ ആദിനമോർക്കുകില്ല. സ്വർണമാം വീണകളിൽ പാടിയിടും വീണ്ടെടുപ്പിൻഗാനം. സ്വർണമാം വീണകളിൽ പാടിയിടും വീണ്ടെടുപ്പിൻഗാനം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മളിവിടെ വായിച്ച തിരുവചന ഭാഗത്ത് സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കുകയില്ല. നാം ദൈവസന്നിധിയിൽ ഉപവാസത്തോടെയാണ് ആയിരിക്കുന്നത്. ഉപവാസ പ്രാർത്ഥനയാണല്ലോ. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഉപവാസ പ്രാർത്ഥനയുള്ള ബന്ധത്തിലും ഈ ശുശ്രൂഷ ഈ വചനം മുന്നോട്ട് പോകുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. സഹോദരൻ ശവക്കുഴി കാണാതെ, അവിടെ ശവക്കുഴി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൊണ്ട് അടക്കുന്ന ആ ശവക്കുഴിയല്ല, അത് നിത്യമായ യാതനാസ്ഥലം അഥവാ നരകം എന്ന അർത്ഥത്തിലാണ് മൂലഭാഷയിൽ അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നേക്കും അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കത്തില്ല. അപ്പോൾ ഒരു നാളും ആ വീണ്ടെടുപ്പ് വില കൊടുത്ത പ്രാണന്റെ വീണ്ടെടുപ്പ് ഒരു നാളും സാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ അത് പഴയ നിയമ പശ്ചാത്തലത്തിലാണ് ഈ തിരുവചനം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഒരു നാളും സാധിക്കത്തില്ലെങ്കിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പ് എങ്ങനെ പിന്നെ സാധിക്കും? അപ്പോൾ
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യേശു ക്രിസ്തുവിന് മാത്രമേ ഒരു വ്യക്തിയുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് നടത്താനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോ അതെങ്ങനെ സാധിച്ചു? ഇവിടെ ഒരു നാളും സാധിക്കത്തില്ല എന്ന് ഒരു വശത്ത് പറയുന്നു. എന്നാൽ ഇത് നടന്നേ ഒക്കത്തുള്ളൂ താൻ. പിന്നെ എങ്ങനെ ഇത് സാധിക്കും? അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള വീണ്ടെടുപ്പിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ തിരുവചന ഭാഗത്തെ അധികരിച്ചുകൊണ്ട് 5 വിലയേറിയ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ഏറ്റവും വിലപ്പെട്ട വിലയേറിയ 5 കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ഭക്തന്റെ മരണം ദൈവത്തിന് വിലയേറിയതാണ്. അനേകർ മരിക്കുന്നുണ്ട്, പലരും മരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെയും മരണത്തിലൊന്നും ദൈവത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ നീതിമാന്റെ മരണം, ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയ ദൈവത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ദയ വിലയേറിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയ കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് അത്ര വിലയേറിയതാണെന്ന് പറയാനുള്ള സാഹചര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, വീണ്ടെടുപ്പിന് ദൈവം ഒരു പ്രമാണം വെച്ചിട്ടുണ്ട്. വീണ്ടെടുപ്പിനെ കുറിച്ച് പഴയ നിയമത്തിൽ ഒരു പ്രമാണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിന്റെ അതിൻ്റെ 47 മുതലുള്ള വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയുന്നുണ്ട്. നിന്നോടുകൂടിയുള്ള പരദേശിയോ അന്യനോ സമ്പന്നനാകി അവന്റെ അടുക്കിലേക്കുള്ള നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്നെത്താൻ അന്യനോ പരദേശിക്കോ അന്യന്റെ സന്തതിക്കോ വിൽക്കുകയും ചെയ്താൽ അവൻ തന്നെത്താൻ വിറ്റ ശേഷം അവനെ വീണ്ടെടുക്കാം. അവൻ തന്നെത്താൻ വിറ്റ ശേഷം, വാക്യങ്ങൾ ശ്രദ്ധിക്കണം, അവൻ തന്നെത്താൻ വിറ്റ ശേഷം അവനെ വീണ്ടെടുക്കാം. അവന്റെ സഹോദരന്മാരിൽ ഒരുത്തന് അവനെ വീണ്ടെടുക്കാം. അവന്റെ പിതൃഭവനോ പിതൃഭവന്റെ പുത്രനോ അവനെ വീണ്ടെടുക്കാം. അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിൽ അവന്റെ അടുത്ത ചാർച്ചക്കാരിൽ ഒരുവന് അവനെ വീണ്ടെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, വീണ്ടെടുക്കണ ഒരുത്തൻ ദരിദ്രനായി തീർന്നു, തന്നെത്താൻ വിറ്റുപോയി. അവനെ വീണ്ടെടുക്കാനുള്ള ഒരു പ്രമാണം ഇവിടെ കൊടുത്തിരിക്കുക. ആർക്ക് വീണ്ടെടുക്കാം? പണമുള്ള ആർക്കെങ്കിലും വന്ന് വീണ്ടെടുക്കാൻ ഒക്കത്തില്ല. രക്തബന്ധത്തിൽപ്പെട്ട ചാർച്ചക്കാരായിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അവനെ ആ തന്നെത്താൻ വിറ്റ് അവന്റെ അവസ്ഥയിൽ അവനെ വീണ്ടെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഒന്നിൽ അവന്റെ അപ്പന്റെ ജ്യേഷ്ഠന്റെ മകന്, അപ്പന്റെ അനുജന്റെ മകന് എന്ന് പറഞ്ഞാൽ രക്തബന്ധത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ആ വ്യക്തിയെ കടഭാരം മാറ്റി അവനെ വീണ്ടെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇതാണ് ഇസ്രായേലിന് ദൈവം കൊടുത്തിരുന്നതായ പ്രമാണം. അങ്ങനെ വരുമ്പോൾ മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ പിന്നെ എങ്ങനെയാണ് നടക്കുന്നത്? പ്രൈസലോ. ഇവിടെ ഇതിനകത്ത് ആത്മീയമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട്. ഒരുത്തൻ തന്നെത്താൻ വിറ്റ ശേഷം അവനെ വീണ്ടെടുക്കാം. അവൻ എങ്ങനെ വിറ്റു? ഇവിടെ പുതിയ നിയമത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ പാപത്തിന് അടിമയായി തന്നെ സാത്താന് വിൽക്കപ്പെട്ടു. സാത്താൻ അവന്റെ പ്രാണനെ, അല്ലെങ്കിൽ മനുഷ്യനെ അവനെ സാത്താൻ എന്ത് ചെയ്തു? സാത്താന് വിൽക്കപ്പെടുവാനിടയായി തീർന്നു. മനുഷ്യൻ സാത്താന് അടിമയായി പോയി. എന്തുകൊണ്ടാണ് അടിമ? ആദാമ്യവർഗം മുഴുവനും പാപത്തിന്റെ അടിമയായി തീർന്നപ്പോൾ, ആദാം വർഗം മുഴുവനും പാപത്തിലായി തീർന്നപ്പോൾ, പാപത്തിന്റെ ശമ്പളം മരണമെന്ന അലംഘനീയമായ നിയമം കിടക്കുമ്പോൾ, ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ആ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ലോകത്തിൽ ഒരു മനുഷ്യർക്കും കഴിയാതിരിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം മാത്രമേ മനുഷ്യന്റെ പ്രാണന് വീണ്ടെടുപ്പ് സാധിക്കത്തുള്ളൂ. നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പാപത്തിന് പരിഹാരത്തിനായി ദൈവം ചില മാർഗങ്ങൾ വെച്ചു. എന്തിനാന്ന്? പുരോഹിതന്റെ അടുക്കൽ, പഴയ നിയമത്തിലെ പുരോഹിതന്റെ അടുക്കൽ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ഒരു ആട്ടുകൊറ്റനെയോ ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ഒരു കാളക്കിടാവിനെയോ കൊണ്ടുവരുമ്പോൾ അതിനെ അവന്റെ മുമ്പിൽ വെച്ച് അറുത്തിട്ട് അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ഒഴിക്കുമ്പോൾ അവന്റെ പാപത്തിന് പരിഹാരം ലഭിച്ചു എന്നുള്ള ബോധ്യത്തോടുകൂടി
അവൻ ഭവനത്തിലേക്ക് തിരികെ പോകുകയാണ്. പിന്നെയും അതേ പാപത്തിൽ തന്നെ അവൻ വരുമ്പോൾ വീണ്ടും ആറ്റുകൊറ്റനെയും കൊണ്ട് അല്ലെങ്കിൽ കാടക്ടാവിനെയും കൊണ്ട് വരേണ്ട സാഹചര്യം അവൻ ഉണ്ടാകുകയാണ്. അങ്ങനെ പാപത്തിന് അല്പമായ പ്രതിശാന്തി മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ പ്രാണനെടുപ്പിന്റെ പൂർണ്ണ വില കൊടുക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വീണ്ടെടുപ്പുകാരന് ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും വീണ്ടെടുക്കാനൊക്കത്തില്ല. രക്തബന്ധത്തിൽപ്പെട്ടവർക്ക് മാത്രമേ വീണ്ടെടുക്കാനൊക്കത്തുള്ളൂ. വീണ്ടെടുപ്പുകാരന് ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം. അതിനുമായിട്ട് ഞാൻ സംസാരിക്കുന്നത്, പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണെങ്കിൽ വീണ്ടെടുക്കാൻ പോകുന്ന വ്യക്തിക്ക്, വീണ്ടെടുപ്പുകാരന് 4 വിധ യോഗ്യതകൾ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്നോട് കൂടെയാണോ ഇരിക്കുന്നത്? സൂം തുറന്നു വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഇടയ്ക്ക് കൈയൊക്കെ നിവർത്തി സ്തോത്രം നിങ്ങൾ കേട്ടാൽ മതി, എനിക്ക് കേൾക്കണ്ട. എന്നിരുന്നാലും നിങ്ങളുടെ കരമൊക്കെ നിവർത്തി ഒരു സ്തോത്രം നിങ്ങൾ തന്നെ പറഞ്ഞു. അതൊരു ആത്മീയ വർധനയ്ക്ക് പ്രയോജനമാണ്. സ്തോത്രം. വഴക്കിനും വക്കാണത്തിനും ഒന്നും ഞാനിപ്പോ തൽക്കാലം മുതിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നതെന്ന് ഓർത്ത് നിങ്ങൾ അത് ചെയ്തുകൊള്ളുക. സ്തോത്രം. അപ്പൊ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയ ഒരു കാര്യമാണ്. കർത്താവ് പറഞ്ഞു, മുഴു ലോകത്തെക്കാളും ഒരാത്മാവിന് വിലയുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ ഉപവാസ പ്രാർത്ഥന? എന്തിനാണ് നമ്മൾ ഇതൊക്കെ വയ്ക്കുന്നത്? എന്തിനാണ്? പ്രിയപ്പെട്ടവരെ, നമ്മൾക്കൊരു ചെറിയ കാര്യസാധ്യത്തിന് വേണ്ടിയല്ല. കാര്യങ്ങളൊക്കെ ദൈവം സാധിപ്പിക്കും. അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. ദൈവത്തിന്റെ പ്രമാണത്തിൽ ഒരു ഭക്തൻ വന്നു കഴിയുമ്പോൾ അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്നിവിടെ ദേവദാസൻ പറയുകയും മറ്റേ ദേവദാസൻ ശക്തമായ വിഷയങ്ങളെ പ്രാർത്ഥിച്ചു. അനേകരുടെ വിഷയങ്ങൾ പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്, അല്ലെ? മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ദൈവം ശക്തനാണ്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ബോംബെയില് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ പെങ്ങളുടെ അടുക്ക പോയതാ. അവിടെ 2 ദിവസം ഞാൻ വചനം ശുശ്രൂഷിച്ചു. അപ്പോൾ അവിടെ ഒരു കാര്യം ഇപ്രകാരം പറയാൻ ഇടയായി തീർന്നു. ഒരാൾ പറഞ്ഞു, ദൈവം എന്നെ പല പ്രാവശ്യം മരണത്തിൽ നിന്ന് വിടുവിച്ചു, പല പ്രാവശ്യം മരണത്തിൽ വിടുവിച്ചു എന്നൊക്കെ അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേട്ടു. അപ്പൊ എന്റെ മനസ്സിൽ വന്നു, ഞാൻ 25 കൊല്ലം മുമ്പ് ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, 20 പ്രാവശ്യം മരണത്തിൽ നിന്ന് വിടുവിച്ചാണ് ഞാൻ നിന്നെ എന്റെ വേലയുടെ മുഖത്താക്കി വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എണ്ണിപ്പെറുക്കി നോക്കിയപ്പോൾ ഒരു 10-15 എണ്ണമൊക്കെ എന്റെ ഓർമ്മയിലുണ്ട്. അപ്പൊ അത്രയും പറഞ്ഞ 15 എണ്ണം ഉണ്ടെങ്കിൽ ദേവദാസൻ പറഞ്ഞ, അല്ലെങ്കിൽ പ്രവചനാത്മാവിൽ പറഞ്ഞ കാര്യം ശരിയാണ്. 5 എണ്ണം കൂടെ ഞാൻ അറിയാതെ മരണത്തിൽ നിന്ന് തന്നെ ദൈവം വിടുവിച്ച് കാണും, അല്ലേ? അപ്പൊ എനിക്കത് ഉറപ്പായി. പക്ഷെ ഒരു കാര്യം ഞാൻ അവിടെ പറഞ്ഞ എന്താണെന്നറിയാമോ? 20 പ്രാവശ്യമല്ല, 25 പ്രാവശ്യത്തിന് മരണത്തിന് വിടുവിച്ചാലും അതെല്ലാം ശാരീരിക മരണമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ പ്രാണന്റെ വില മുഴു ലോകത്തേക്കാൾ വിലയുള്ളതാണെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മുടെയൊക്കെ ഒരു നിത്യമായ മരണത്തിൽ നിന്നാണ് പ്രാണന്റെ വീണ്ടെടുപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നിത്യമായ നരക യാതനയിൽ നിന്ന്, നരകത്തിയിൽ നിന്നാണ് കർത്താവ് നമ്മുടെ പ്രാണനെ വീണ്ടെടുക്കുന്നത്. 20 അല്ലെങ്കിൽ 21-ാം പ്രാവശ്യം നമ്മൾ ഒരുപക്ഷെ ശാരീരിക മരണം നമ്മളിൽ സംഭവിച്ചേക്കാം. അത് സ്വാഭാവികം. എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് നീ മരിച്ചാലും കർത്താവിന്റെ സന്നിധിയിൽ നിനക്ക് ചെന്നു ചേരാൻ ഇടയായിത്തീരും. കാരണം നിന്റെ പ്രാണനെ കർത്താവ് വീണ്ടെടുത്തിരിക്കുക. ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, നാം മരിച്ചു കഴിഞ്ഞ് കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കും. ഇപ്പോൾ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല, മറിച്ച് നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് നടന്നിരിക്കുക. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒരു സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. അപ്പോൾ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതായത് അതുകൊണ്ടാണ്. ഇവിടം കൊണ്ട് തീരുന്നതല്ല, ഇത് അനന്ത നിത്യത വരെ തുടരുന്നതാണ്. ഈ ഒരു വീണ്ടെടുപ്പ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ, പ്രാണന്റെ വീണ്ടെടുപ്പ് സാധിക്കാതെ ഈ സൂമിതിൽ ഇരിക്കുന്നുണ്ട്, എന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാണൻ വിലയേറിയതാണ്. നിത്യത വരെ ചെയ്തതാണ്, അനന്ത നിത്യത വരെ പോകേണ്ടതാണ്.
ആകയാൽ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നീ ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുക. കർത്താവേ, എന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. എനിക്കൊരു നിത്യമരണമുണ്ട്. നിത്യമായ മരണത്തിൽ നിന്ന്, രണ്ടാം മരണത്തിൽ നിന്ന്, നിത്യ നരകത്തിൽ നിന്ന് എന്റെ പ്രാണനെ വീണ്ടെടുക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണെങ്കിൽ വീണ്ടെടുപ്പുകാരൻ ഉണ്ടായിരിക്കേണ്ട 4 യോഗ്യതകൾ. ഒന്നാമത്തെ യോഗ്യത, ആ വ്യക്തി, മറ്റേ വ്യക്തി ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ, വീണ്ടെടുക്കാൻ പോകുന്ന വ്യക്തിയായിട്ട് രക്തബന്ധം ഉണ്ടായിരിക്കണം. രക്തബന്ധം അത് ഞാന് ലേവ്യാവസ്ഥ 25:47-49 വായിച്ചു കേൾപ്പിച്ചതുകൊണ്ട് അത് വീണ്ടും വായിക്കേണ്ട കാര്യമില്ല. തന്നെത്താൻ വിറ്റുപോയി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പാപത്തിന് വിൽക്കപ്പെട്ടു. പാപത്തിന് വിൽക്കപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഒരു മനുഷ്യനും സാധിക്കാതിരിക്കുമ്പോൾ, നമ്മളോട് ഒരു ബന്ധവും ഇല്ലാതിരുന്ന പരമപരിശുദ്ധനായ നമ്മുടെ കർത്താവ് നമ്മളിൽ ഒരുവനെ പോലെ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായ കർത്താവ് നമുക്ക് പകരക്കാരനായി കാൽവരി ക്രൂശിൽ മരിക്കാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വീണ്ടെടുപ്പുകാരൻ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൻ രക്തബന്ധമുള്ളവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ യേശു നമ്മളുമായിട്ട് എങ്ങനെയാ രക്തബന്ധം വരുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇത് പോയതാണ്, അല്ലല്ല, സ്തോത്രം. അപ്പോൾ യേശു നമ്മളുമായിട്ട് എങ്ങനെ രക്തബന്ധം? യേശു പരമപരിശുദ്ധനാണ്, പാവമില്ലാത്തവൻ, പാവം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ. നമ്മളോ പാപിയായി പോയ എങ്ങനെ രക്ഷിക്കും? അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരൊക്കെയും വിടുവിച്ചു. വായിച്ചു നോക്കിയേ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ. കണ്ടോ എന്താ അവിടെ വായിക്കുന്നത്? മക്കൾ എന്ന് പറഞ്ഞാൽ തന്റെ തലമുറ മുഴുവനും രക്തബന്ധം, അവർ മാംസരക്തങ്ങളോട് കൂടിയവരായ സാധാരണ മനുഷ്യരാണ്. അവർ പാപത്തിലായിപ്പോയി, പിശാചിന്റെ അടിമത്തത്തിലായിപ്പോയി. മരണത്തിന്റെ അധികാരിയായ സാത്താൻ അവരെ വാണുകൊണ്ടിരുന്നപ്പോൾ അവനും അവരെ പോലെ, മക്കളെ പോലെ രക്തമുള്ളവനായി, മാംസമുള്ളവനായി, വചനം ജഡമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെല്ലാം വിടുവിച്ചു. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. എന്റെ പ്രിയപ്പെട്ടവരെ, മരണഭയത്താൽ പോയിക്കൊണ്ടിരുന്ന എന്നെയും നിങ്ങളുടെയും പ്രാണൻ എന്റെ കർത്താവ് വീണ്ടെടുത്തത് കൊണ്ട് നമ്മുടെ മരണഭയം മാറിപ്പോയി. കാരണം എപ്പോൾ എങ്ങനെ മരിച്ചാലും നമ്മുടെ കർത്താവിന്റെ സന്നിധി ചെല്ലാമെന്നുള്ള ഒരു ഉറപ്പ് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ഭാര്യ വളരെ സീരിയസ് ആയിരിക്കുന്ന സമയത്ത് എന്നോട് കൂടെ ഞങ്ങളുടെ വീട്ടിൽ തിണ്ണയിലിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞോടി, നീ ഒന്നുകൊണ്ടും ഭയപ്പെടരുത്, നീ മരിച്ചാലും നീ ഈ ഭൂമിയിൽ വരും, നീ മരിച്ചാൽ ഈ ഭൂമിയിൽ വരും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഫിസിക്കലായിട്ടായിരുന്നു ഞാൻ വളരെ ശക്തമായിട്ട് ഇത് പറഞ്ഞേനെ. ഞാൻ അവളോട് പറഞ്ഞു, നീ ഇവിടെ വരും. അവൾ എന്നെ നോക്കി. ഞാൻ പറഞ്ഞു, വന്നിരിക്കും. കാരണം നീ വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ, കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഹല്ലേലൂയ, നീ ശരീരം, മഹത്വ ശരീരം പ്രാപിച്ചെടുക്കപ്പെടും. അതിന്റെ ശേഷം 7 വർഷം ആ സ്വർഗത്തിലായിരുന്നതിന്റെ ശേഷം കുഞ്ഞാടിന്റെ കല്യാണവും കഴിഞ്ഞ് കർത്താവ് രാജാധികാരം പ്രാപിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്റെ വിശുദ്ധന്മാരെയും കൂടെ ചേർത്താണ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതെങ്കിൽ
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷരായി ഉയർത്തി നിൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടു എങ്കിൽ തീർച്ചയായും 7 വർഷം കഴിയുമ്പോൾ തന്റെ വിശുദ്ധന്മാരുമായി കർത്താവ് വരുന്ന കൂട്ടത്തിൽ നമ്മൾ ഉണ്ടായിരിക്കും. 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോട് കൂടെ നീ ഉണ്ടായിരിക്കും. അന്ന് നിന്റെ കൊച്ചുമക്കളെ കണ്ടില്ലെങ്കിൽ അവര് ദൈവകൃപയിലുണ്ടെങ്കിൽ ആ കൊച്ചുമക്കളെയും കാണാമെന്ന് പറഞ്ഞ് ഞാൻ അവളെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണോടെ ആയിത്തീർന്നു. അത് അവൾക്ക് പ്രത്യേക ധൈര്യം കിട്ടുവാൻ തക്കവണ്ണോടെ ആയിത്തീർന്നു. ഒരു കാര്യം ഓർക്കണം, ഇന്നത്തെ വലിയ വീടുകളോ ഇന്നത്തെ വലിയ സംവിധാനങ്ങളോ എല്ലാം വിട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ ഭരിക്കുവാൻ വിശുദ്ധന്മാർ ലോകത്തെ ഭരിക്കുമെന്ന് കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, വിശുദ്ധന്മാർ ലോകത്തെ ഭരിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഈ അറിവ് നമുക്കുണ്ടായിരിക്കണം. കേവലം നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ കർത്താവിന്റെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യുന്നത്. കർത്താവ് നമുക്കെല്ലാം തരുവാൻ വിശ്വസ്തനാണ്. നിങ്ങളെല്ലാം ഈ ദേശത്ത് കൊണ്ടുവന്നത് ദൈവമാണ്. തലമുറകളെയൊക്കെ ഈ നിലയിലാക്കിയത് ദൈവമാണ്. എന്നാൽ അതുകൊണ്ടൊന്നും കാര്യം അവസാനിക്കുന്നില്ല. നിത്യതയിലേക്കുള്ള നിത്യജീവനെ പിടിച്ചുകൊണ്ടുള്ള ഓട്ടമായിരിക്കട്ടെ ഈ രാജ്യത്ത് ഇരിക്കുമ്പോഴും നമ്മളിൽ ഉണ്ടാവേണ്ടത്. നിറഞ്ഞ പ്രത്യാശയോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അധ്വാനങ്ങളും ജോലികളും പഠനങ്ങളും ഒരു വശത്ത് നടക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ കാഹളം എപ്പോ കേൾക്കും എന്നുള്ള ശബ്ദം കേൾക്കുവാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുവാൻ ഓരോ ഉപവാസ പ്രാർത്ഥനകളും ദൈവം നമുക്ക് ഒരുക്കി തരുമാറാകട്ടെ. നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്ന, നമ്മളെ തന്നെ ഒരുക്കുന്ന ദിവസങ്ങളായി ഇത് തീരുവാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ വീണ്ടെടുപ്പുകാരൻ ഉണ്ടായിരിക്കേണ്ട 1-ാമത്തെ യോഗ്യത എന്ന് പറയുന്നത് രക്തബന്ധമുള്ളവനായിരിക്കണം. പ്രിയപ്പെട്ടവരെ, യേശു പരമപരിശുദ്ധനാണ്. അവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ്. നിത്യത മുതൽ നിത്യത വരെയുള്ള ദൈവമാണ്. എന്നാൽ എന്ത് ചെയ്തു? കർത്താവ് നമുക്ക് വേണ്ടി ഇവിടെ ഇറങ്ങി വന്നു. നമ്മളിൽ ഒരുവനെ പോലെ രക്തമുള്ളവനായി, മാംസമുള്ളവനായി, ദാഹമുള്ളവനായി, വിശപ്പുള്ളവനായി നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്ന് മരിക്കാൻ ഇടയായത് എന്തിനാണെന്നറിയാമോ? എന്റെ പ്രാണനെ വീണ്ടെടുക്കുവാൻ. കർത്താവിന് മാത്രമേ നമ്മുടെ പ്രാണനെ വീണ്ടെടുക്കാൻ ഒക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാം. ദൈവമേ, നീ എന്റെ പ്രാണനെ വീണ്ടെടുത്തല്ലോ, നിത്യനാശത്തെ എന്നെ രക്ഷിച്ചല്ലോ. അതോർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. വീണ്ടെടുപ്പുകാരനുണ്ടാകേണ്ട 2-ാമത്തെ യോഗ്യത എന്ന് പറയുന്നത് അതിനുള്ള കഴിവുള്ളവനായിരിക്കണം. സ്തോത്രം, സ്തോത്രം. എന്താ കഴിവെന്ന് പറയുന്നത്? ഫിസിക്കലായ കഴിവാണോ? സ്തോത്രം, ഹല്ലേലൂയ. പൊന്ന് വെള്ളി മുതലായ കൊണ്ട് വീണ്ടെടുക്കാൻ ഒക്കുവോ? പഴയ നിയമത്തിലെ പ്രമാണം കൊണ്ട് വീണ്ടെടുപ്പിന് അരശേക്കൽ വെള്ളി മാറ്റി വെച്ചിട്ട് മാത്രമേ, അരശേക്കൽ വെച്ചിട്ട് മാത്രമേ ആളെ എണ്ണാനൊക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ പറഞ്ഞ അതല്ല. പത്രോസിന്റെ 1-ാം ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 18, 19 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. സ്തോത്രം. വ്യക്തവും പ്രതിപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ. നമ്മളെ വീണ്ടെടുത്ത് എന്തുകൊണ്ടാണെന്നറിയാമോ? പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടെടുത്തത്? കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട്. സ്തോത്രം. ഈ രക്തത്തിന്റെ വില മനസ്സിലായോ? മുഴു ലോകത്തെയും രക്ഷിക്കാൻ ഈ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ജനിച്ചു മരിച്ചവരുടെയും ഇനി ജനിക്കാനിരിക്കുന്നവരുടെയും എല്ലാം വീണ്ടെടുപ്പിന് ഈ ഒറ്റ രക്തമേ ഉള്ളൂ. അത് കർത്താവായ യേശുവിന്റെ രക്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കുഞ്ഞാടേ നീ അറക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ജാതികളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്ന് നീ വിലയ്ക്ക് വാങ്ങിയ നിന്റെ ജനം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പം വെള്ളി, പൊന്ന് മുതലായ ഇതെല്ലാം എവിടെ പോകുന്നതാണ്? അഴിഞ്ഞു പോകുന്നതാണ്, അല്ലേ?
സ്തോത്രം. ഇല്ലേ, ഇതെല്ലാം ഉരുകിപ്പോവും. സ്തോത്രം. അതിനങ്ങനെ പറയുന്നില്ലയോ? സ്തോത്രം. വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, അതുകൊണ്ടൊന്നും വീണ്ടെടുക്കാൻ പറ്റത്തില്ല. മറിച്ച് കുഞ്ഞാടിന്റെ വലിയ, അപ്പൊ യേശു കൊടുത്ത എന്താണ്? യേശുവിന്റെ കഴിവെന്താണ്? ഈ രക്തത്തിനെ, പ്രാണനെ വീണ്ടെടുക്കാനൊക്കെ, അല്ലേ? കാളകളുടെ, ആട്ടുകൊറ്റന്മാരുടെയൊക്കെ രക്തവും ധാരാളമായിട്ട് ഒഴിച്ചു. പക്ഷേ വീണ്ടെടുപ്പാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അവൻ കൊടുത്ത എന്താണ്? അതാണ് അവന്റെ കഴിവ്. അതാണ് കർത്താവ് പ്രാണന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കൊടുത്തത്. രണ്ടാമത്തെ യോഗ്യത, അതിന് കഴിവുള്ളവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പലർക്കും പല കഴിവുകളുണ്ട്, പല കാര്യങ്ങളുണ്ട്, അല്ലേ? സ്തോത്രം. പക്ഷെ അതുകൊണ്ടൊന്നും മനുഷ്യന്റെ പ്രാണനെ വീണ്ടെടുക്കാൻ ഒക്കത്തില്ല. യേശുവിന്റെ രക്തത്തിന് മാത്രമേ വീണ്ടെടുക്കാൻ ഒക്കത്തുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വീണ്ടെടുപ്പുകാരനുണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ യോഗ്യത, അതിനുള്ള മനസ്സവനുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയെ കൊടുക്കുവാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. കണ്ടോ? മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷ ഏൽക്കാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്ര വന്നത്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കി, കർത്താവ് എന്തുവാ? മരിക്കാൻ വന്നതാണ്. നിങ്ങൾക്ക് എന്നോട് കൂടെയാണോ നിങ്ങൾ നിൽക്കുന്നത്? കർത്താവ് എന്തിനു വന്നതാണ്? കർത്താവ് മരിക്കാൻ വന്നതാണ്. കർത്താവിനെ കൊല്ലാൻ ആർക്കും പറ്റത്തില്ല. കർത്താവിന്റെ ശക്തിയുടെ മുമ്പിൽ ഒരു മനുഷ്യന് നിൽക്കാനൊക്കത്തില്ല. പീലാത്തോസിന് കർത്താവിനെ കൊല്ലാനൊക്കത്തില്ല. യഹൂദന്മാർക്ക് കർത്താവിനെ കൊല്ലാനൊക്കത്തില്ല. റോമാക്കാർക്ക് കർത്താവിനെ കൊല്ലാനൊക്കത്തില്ല. അതിന്റെ കാരണം ആരാന്ന്? അവൻ ആരാണ്? അവൻ സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. താൻ മരിക്കാൻ മനസ്സോടെ വന്നതാ. മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാത. മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാത. നിനക്കീ വേദന വരുത്തി വെച്ചതാ നീചൻ ഞാനല്ലോ. നിനക്കീ വേദന വരുത്തി വെച്ചതാ നീചൻ ഞാനല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് എന്തുണ്ടായിരുന്നു? അതിനുള്ള മനസ്സുണ്ടായിരുന്നു. സ്തോത്രം. ഒരു വാക്യം ഒന്ന് വായിച്ചേ. 40-ാം സങ്കീർത്തനത്തിന്റെ 6ഉം 7ഉം വാക്യം ഒന്ന് വായിച്ചേ. കനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല. കർത്താവിനെ കുറിച്ച് പറഞ്ഞതാണ്. കനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാകവും പാവയാകവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുൾ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. കർത്താവ് പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ, വീണ്ടെടുപ്പ് ചെയ്യുവാൻ, മാനവജാതിയെ രക്ഷിക്കുവാൻ കർത്താവ് മനസ്സോടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, മനസ്സുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. മനുഷ്യനാണേലും അതല്ലേ ഉള്ളൂ, അല്ലേ? ഒരു മനുഷ്യന് എല്ലാം ഉണ്ടെങ്കിലും മനസ്സുണ്ടെങ്കിലേ വല്ലതും ചെയ്യാനൊക്കത്തുള്ളൂ, അല്ലേ? ഒരു മനുഷ്യന് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലും മനസ്സുണ്ടല്ലേ പറ്റത്തുള്ളൂ. സ്തോത്രം. ചിലർക്കെല്ലാം ഉണ്ടെങ്കിലും മനസ്സില്ല, ഒന്നിനും മനസ്സില്ല, അല്ലേ? ഇന്ന് ഓർത്ത് നോക്കുക, കർത്താവ് മനസ്സോടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനു വേണ്ടിയാണ്? എൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പിന് വേണ്ടി. സ്തോത്രം. സ്തോത്രം. നമ്മൾ ഉപസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒറ്റ കാര്യമുള്ള, കർത്താവേ നീ മനസ്സോടെ ഈ ഭൂമിയിലേക്ക് വന്ന് എൻ്റെ പ്രാണനെ വീണ്ടെടുത്തല്ലോ. അത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നുവെന്ന് നമുക്ക് കർത്താവിനോട് പറയാം. 4-ാമത്തെ കാര്യം, വീണ്ടെടുപ്പുകാരന് എങ്ങനെയായിരിക്കണം? അവൻ സ്വതന്ത്രനായിരിക്കണം. എന്താ സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ? സ്വാതന്ത്ര്യം. നമ്മുടെ അഴിച്ചുവിടുന്ന സ്വാതന്ത്ര്യമല്ല. ചിലർക്കൊരു ധാരണയുണ്ട്, ക്രിസ്ത്യ ജീവിതം തുടങ്ങി നമ്മളിപ്പോ മതത്തിന്റെ പിടിയിൽ നിന്നൊക്കെ വിടുവിക്കപ്പെട്ടു, ഇനിയിപ്പോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നടക്കാം.
അഴിച്ചുവിട്ട പോലെ നടക്കാം. ആ സ്വാതന്ത്ര്യം അല്ല ഈ പറഞ്ഞത്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 8-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. 8-ാം അധ്യായം 33-ാമത്തെ വാക്യം. അവൻ അവനോട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസനായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രന്മാർ ആകും എന്ന് നീ പറഞ്ഞത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല. പാപം ഇതിന്റെ പൊരുൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാണ്. അപ്പോൾ അവൻ അടിമയാണ്, സ്വതന്ത്രനല്ല, അവൻ അടിമയാണ്. അപ്പം യഹൂദന്മാരോട് ആ പശ്ചാത്തലം ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ കർത്താവും യഹൂദന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ പറയും, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാ, ഞങ്ങൾ ആർക്കും ഒരു നാളും അടിമകളായിട്ട് ഇരുന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ പൊരുൾ മനസ്സിലാക്കാത്ത അവര് പറയും, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാ, ഞങ്ങളെല്ലാം സ്വതന്ത്രന്മാർ. അന്നേരവും അവരെവിടാന്നറിയാമോ? റോമിന്റെ അടിമത്തത്തിൽ കിടക്കുമ്പോഴും പറയാം, ഞങ്ങൾ ആർക്കും അടിമയായിട്ട് ഇരുന്നിട്ടില്ല. സ്തോത്രം. ഇന്ന് പലർക്കും അത് മനസ്സിലാകാൻ കഴിയുന്നില്ല. പാപത്തിന്റെ അടിമയായിട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് അത് മനസ്സിലാകത്തില്ല. സ്തോത്രം. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ കേൾപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യം നൽകാൻ കർത്താവിനെ കഴിയത്തുള്ളൂ. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ ഭാര്യ മരിച്ചു, അവിടെ കൊണ്ട് അടക്കി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോരുകയും ചെയ്തു. എൻ്റെ അമ്മയും എൻ്റെ അമ്മായും ചേട്ടത്തി ഒന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവർ തന്നെയുള്ള വീട്ടിൽ എല്ലാം കഴിഞ്ഞ ശേഷം എൻ്റെ ചേട്ടത്തി എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താണെന്നറിയാം, നിങ്ങളത് മനസ്സിലാക്കേണ്ടതാണ്. എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്. അടക്കുന്നിടത്തെല്ലാം ചേട്ടത്തി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് എന്നോട് കുറച്ച് കഴിഞ്ഞ് പിന്നെ ചോദിച്ചു, ഇനി നിങ്ങൾ ആ സെമിത്തേരിയിലോട്ടൊന്നും പോകത്തില്ല എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ തന്നെ പോന്നേ. ഞാൻ അവൾക്ക് മാന്യമായ അടക്കം കൊടുത്തു, ചികിത്സ കൊടുത്തു, ഒരുപാട് എല്ലാ കാര്യവും ചെയ്തു. ആളെ കൊണ്ട് അടക്കി. പിന്നെ അവിടുത്തെ കാര്യം കഴിഞ്ഞില്ലേ, പിന്നെ എന്തുവാ? അല്ല, എന്നാലും അവിടെ ചെന്നത് ഒരു പ്രാർത്ഥനയും ഒരു കാര്യമൊക്കെ ചെയ്തില്ലെങ്കിൽ എങ്ങനെ ഒക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. കാരണം അവള് ജീവിച്ചിരുന്നപ്പോൾ വിശുദ്ധിയായിട്ട് ജീവിച്ചു, അവൾ മരിച്ചു, അവളെ അടക്കി. അവളുടെ ശരീരം ഇനി അഴുകും, ആത്മാവ് നേരത്തെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. നോക്കിയേ, നമ്മൾ ആ സ്വാതന്ത്ര്യം നമുക്ക് മനസ്സിലായത് കൊണ്ടാണ്, ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് മനസ്സിലായത് കൊണ്ടാണ് നമുക്ക് അത്രയും ധൈര്യത്തോടെ പറയാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവർക്കത് പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർ പിന്നെയും പോയി കുഴിമാടത്തിന്റെ അടുക്കൽ അല്ലെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുകയാണ് ഈ ആത്മാവിനെ കരയേറ്റാൻ വേണ്ടി. ഞാൻ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ഒരു കാര്യത്തിലേക്ക്, ഏതായാലും ഇതിവിടെ തീരത്തില്ല. രക്ഷിക്കപ്പെട്ട സമയത്തൊരു കാര്യം എൻ്റെ അച്ചായൻ്റെ അനുജൻ എന്നോട് പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടു. അപ്പൊ എൻ്റെ വീടിന്റെ മുമ്പിൽ, എൻ്റെ വീട്ടിൽ ഒത്തിരി ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. മാതാവിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, യേശുവിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, തിരുക്കുടുംബത്തിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു, വെഞ്ചരിച്ച് വെച്ച. അപ്പൊ അപ്പാപ്പനോട് ചോദിച്ചു, ഞാൻ ഒരു ദിവസം സന്ധ്യക്ക് പ്രാർത്ഥിക്കാനിരുന്നു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു, ഇതിന്റെ നേരെ തിരിഞ്ഞിരുന്നപ്പോ അപ്പാപ്പൻ രക്ഷിക്കപ്പെട്ട ആളായിരുന്നു, അതോ എനിക്ക് കറക്റ്റ് അറിയത്തുമില്ല. അപ്പൊ അപ്പാപ്പൻ ഭിത്തിയെ ചാരി ഇങ്ങോട്ട് ഇരുന്നു. ഉടനെ എന്നോട് ചോദിച്ചു, നീ എന്തിനാടാ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഫോട്ടോ അല്ലേ, അത് യേശുവിന്റെ പടമല്ലേ. അപ്പൊ എന്നോട് ചോദിച്ചു, അത് യേശു ആണോ? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, പിന്നെ യേശു അല്ലേ അത്, പിന്നെ ആരാ? യേശു മരിച്ചു പോയി, അവിടെ ഉണ്ടായിരുന്നു. അത് അവിടെ അതിന്റെ ഓർമ്മയ്ക്കാ. ഞാൻ എന്നിട്ട് ഒരു മുട്ടായക്കുതി പറഞ്ഞു. നമ്മുടെ വല്യപ്പച്ചൻ, എൻ്റെ വല്യപ്പച്ചൻ പാപ്പന്റെ അപ്പൻ മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വെച്ച് അത് ഓർമ്മയ്ക്ക് വേണ്ടി വെക്കുന്നുണ്ടുള്ള തെറ്റെന്നാന്ന് എന്നോട് ചോദിച്ചു. ഞാനൊരു ഉദാഹരണം പറയുന്ന തെറ്റെന്നാ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എടാ അങ്ങനെ അല്ല, തർക്കിച്ചാ നടക്കിയല്ലേ. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, നീ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായമോ ആവർത്തന പുസ്തകം 5-ാം അധ്യായം ഒന്ന് വായിക്കാൻ പറഞ്ഞു. ഞാൻ അതെടുത്ത് വായിച്ചു. ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് വായിക്കണം. അതിനകത്ത് കിടക്കുക, ഞാൻ കാണാതെ പറയാം, എനിക്ക് അത്ര നിശ്ചയമായത്. എന്താണെന്നറിയാവോ? അവിടെ കൊടുത്തിരിക്കുന്ന, അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കൊണ്ടാകരുത്. മുകളിൽ ആകാശത്തിലെങ്കിലും കീഴേ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ സമുദ്രത്തിലുള്ള യാതൊന്നിന്റെയും വിഗ്രഹം നീ ഉണ്ടാക്കുകയോ അതിനെ ആരാധിക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുതെന്നുള്ള വാക്യം
ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അതോടെ എനിക്കത് സ്വാതന്ത്ര്യപ്പെട്ടവനായി. പിന്നീട് ഞാൻ അതെല്ലാം എടുത്ത് നശിപ്പിച്ചു കളയാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അല്ലെങ്കിൽ ഞാൻ ഭയപ്പെടും. കർത്താവിനെ എന്താക്കി തീർത്തു? എന്നെ സ്വതന്ത്രനാക്കി തീർത്തു. ക്രിസ്തുവേശുവിലുള്ള സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതിലെല്ലാം നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് വരുത്തി തന്നാരാന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. യേശു പാപത്തിന്റെ അടിമയല്ല, അവൻ പരമപരിശുദ്ധനാണ്. അവൻ പാവമില്ലാത്തവനാണ്, പാവം അറിയാത്തവനാണ്, പാപം ചെയ്യാത്തവനാണ്. ആ കർത്താവാണ് നമുക്ക്, ആ കർത്താവിന് മാത്രമേ നമ്മളെ വീണ്ടെടുക്കാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത്, ഒരു പാപിക്ക് ഒരു പാപിയെ വീണ്ടെടുക്കാൻ ഒക്കത്തില്ല. കുരുടനെ വഴി കാട്ടാൻ ഒക്കത്തില്ല. കുരുടനെ വഴി കാട്ടിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ട ദൈവത്തിന് മാത്രമേ അതിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് അവന് കഴിയത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർത്തുകൊള്ളുക. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. പ്രൈസ് ദി ലോർഡ്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നുള്ള വചനം കിടക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി എന്തായി തീർന്നു? ശാപമായി തീർന്നു. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, സ്തോത്രം, ഇപ്പോൾ നമുക്ക് ശാപമില്ല. ക്രിസ്തു യേശുവിലുള്ളവർക്ക് അവരുടെ അടിമത്തത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. ഇനി പ്രത്യേകം ശാപം മുറിക്കാൻ ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ ശാപങ്ങളും നമ്മുടെ പാപങ്ങളും എല്ലാം ക്രിസ്തു യേശു കാൽവരി ക്രൂശിൽ എന്ത് ചെയ്തു? വഹിച്ചു. ഇനി നാം ശാപത്തിന്റെ അടിമകളല്ല. ഇനി നമുക്ക് ശാപം മുറിക്കാനുമില്ല. പാരമ്പര്യത്തിന്റെ ശാപത്തിൽ നിന്ന്, അന്യാരാധനയുടെ ശാപത്തിൽ നിന്ന് എല്ലാം ക്രിസ്തു യേശുവിൽ കൂടെ നമുക്ക് ദൈവം സ്വാതന്ത്ര്യം വരുത്തിയെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ ഉറപ്പ് പറയുന്നു, ഈ ധൈര്യം നമ്മൾ പ്രാപിച്ചെടുക്കണം. ക്രിസ്തുവേശുവിലുള്ള ആ ധൈര്യം, എനിക്ക് ക്രിസ്തുവിലൂടെ കിട്ടിയ ആ സ്വാതന്ത്ര്യം, അതിലൂടെ ജീവിപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒറ്റ കാര്യം കൂടെ പറയാനുള്ള സമയമേ ഉള്ളൂ. 58, 54 ഒരു വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. ക്രിസ്തു പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. ഒന്നാമത്തെ കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം വിലയേറിയ ഒരു കാര്യമാണ്. ഒന്ന് വായിച്ചു നോക്കിക്കേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, പ്രഷ്യസായിരുന്നു. സ്തോത്രം. ഓർത്തുകൊള്ളുക പ്രിയപ്പെട്ടവരെ. മുമ്പോട്ട് ചെല്ലും തോറും, ഞാൻ ഓർക്കുന്നുണ്ട്, ദുബായിലായിരിക്കുന്ന സമയത്ത് പല കാര്യവും പറയരുതെന്ന് എന്നോട് അവിടുത്തെ മൂപ്പന്മാരെന്നോട് പറഞ്ഞു. എല്ലാം ഒന്നും തുറന്നു പറയാനൊക്കത്തില്ല, പല കാര്യങ്ങളും പറയാനൊക്കത്തില്ല. കാരണം ആ രാജ്യത്ത് അതുപോലെ അവിടെ മാത്രമേ അത്രയും സ്വാതന്ത്ര്യമുള്ളൂ. ഒന്ന് ഓർത്ത് നോക്കിയേ. ഇനി ഈ വചനമൊന്നും പറയാൻ മേലാത്ത, കേൾക്കാനില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ പോകുകയാണ്. അപ്പോൾ പ്രവചനാത്മാവിൽ ഞാൻ പറയാം, ആമോസിന്റെ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനത്തെ ദേശത്തെ കേൾപ്പിക്കാനുള്ള സമയം വരുന്നു എന്ന് പ്രവാചകൻ പറയാനിടയായി തീർന്നു. ഹല്ലേലൂയ. അത് വിലപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കാൻ നമുക്ക് അവസരം കിട്ടില്ല. വാക്യം കിട്ടിയെന്ന് വായിച്ചു നോക്കി. ആമോസിന്റെ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 11, 12 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ. ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നുവെന്ന് യഹോവയെ. നമ്മളൊന്ന് ഓർത്ത് നോക്കി. ഇപ്പോൾ ദൈവസഭകളിൽ നടക്കുന്നത് ശരിക്കും വചനത്തിന് ശുശ്രൂഷയാണ്. അപൂർവം സഭകളിലെല്ലാം നടക്കുന്നുണ്ട്. വളരെ കാഴ്ചപ്പാടുള്ള ദൈവദാസന്മാരുള്ള സഭകളിൽ വചന ശുശ്രൂഷയ്ക്ക് പ്രാധാന്യമുണ്ട്. പലയിടത്തും അതൊന്നും ഇല്ല. ഏതെങ്കിലും ഒരു വാക്യം എടുക്കുന്നു, വചനം എടുത്തിട്ട് ലോകത്തിലില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കെട്ടുകഥകളും കിഴവിക്കഥകളും കൊണ്ട്
കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം, പത്യവചനം, യഥാർത്ഥ വചനം കേൾക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് തരുന്ന ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. സ്തോത്രം, സ്തോത്രം അല്ലേ? ദൈവവചനത്താലാണ് നാം വീണ്ടും ജനിച്ചതെങ്കിൽ ഈ വചനത്തിന് മാത്രമേ നമ്മളെ പിന്നെയും പിന്നെയും ജീവിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നതിന്റെ ശേഷം എൻ്റെ മോനും മോളുമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് വേദപുസ്തകം ഇങ്ങനെ വായിച്ചു. എൻ്റെ മോൻ തന്നെ വായിച്ചു. ഇപ്പം വായിച്ചതുപോലെ അവൻ വായിച്ചോണ്ട് ആ വായിച്ചതിനകത്തൂടെ അവനോട് ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കുടുംബമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പൊ ആ വിഷയമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ അവൻ എടുത്ത വചനത്തിൽ കൂടെ, അവൻ മനഃപൂർവ്വം എടുത്തല്ല, തുടർമാനമായി എടുക്കുന്ന ആ വചന ഭാഗം എടുത്തപ്പോൾ ആ വചനത്തിൽ കൂടെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ ദൈവം നിന്നോട് സംസാരിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു സംസാരിച്ചെന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞതും നീ പറഞ്ഞതുമായ കാര്യത്തിന് മറുപടി അല്ലേ ആ കേട്ട വചനം എന്ന് ചോദിച്ചപ്പോൾ അവൻ കണ്ണു നിറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതാണെന്ന് പറഞ്ഞു. സ്തോത്രം. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മളെ ജീവിപ്പിക്കുന്ന വചനമാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനമാണ്. നിന്റെ ഭാരത്തിന്റെ നടുവിൽ, നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ, നിന്റെ വേദനയുടെ നടുവിൽ, നിന്റെ നിരാശയുടെ നടുവിൽ നീ വചനത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. അതിന്റെ ക്രിയകൾ നടക്കാൻ പോവുകയാണ്. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമാണ്. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരത്തില്ല. ഞാൻ അയച്ച കാര്യം സാധിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നു? ഇന്ന് ഈ രാത്രിയിൽ വചനം ശുശ്രൂഷിക്കപ്പെടുമ്പോൾ നിന്റെ രോഗമാകട്ടെ, നിന്റെ ജോലിയുടെ തടസ്സമാകട്ടെ, തലമുറയുടെ വിഷയമാകട്ടെ, അതിന്മേലെല്ലാം വചനമയച്ച് വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സാക്ഷ്യങ്ങളും വചനങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലോട്ട് കയറി വരിക. എല്ലാം ഇവിടെ തീരാൻ പോവുക. ഒറ്റ മിനിറ്റ് കൂടെ ഉള്ളൂ. എക്സിവായി ഇവിടുന്ന് ഈ അയർലൻഡിലേക്ക് പോരാൻ വേണ്ടി ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയി മാരിയോട്ട് ഹോട്ടലിൽ എറണാകുളത്ത് പോകുന്നതിന് വേണ്ടി രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്കൊരു വചനം തന്നു. എന്നോട് ദൈവം സംസാരിച്ച ഇപ്രകാരമാണ്: തന്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. തന്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ആ വാക്യം എൻ്റെ മകളോട് എന്നേച്ച് പറഞ്ഞു, മകളെ, എനിക്ക് ദൈവം തന്ന വചനം ഇതാണ്. നീ ഇതേ മുറുകെ പിടിച്ചുകൊണ്ട് നീ പൊയ്ക്കോ. നീ വിജയിക്കും. നിന്റെ ഇന്റർവ്യൂവിൽ നീ പാസ്സാവും. കർത്താവ് നമ്മുടെ ശ്രേയസിൽ നാട്ടുകാരും പ്രസാദിക്കത്തില്ല. നമുക്കൊരു നന്മ ഉണ്ടാകുമ്പോൾ പലർക്കും അസൂയ ഉണ്ടായെന്ന് വന്നേക്കാം. പലരും നമ്മുടെ നന്മയിൽ അസൂയപ്പെടുമ്പോൾ തന്റെ ദാസന്റെ ശ്രേയസിൽ, നമ്മുടെ ശ്രേയസ്, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒറ്റയാളെ, ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാന്നറിയാമോ? നമ്മുടെ ദൈവം തന്നെയാ. നിന്റെ ഉയർച്ച ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദരിദ്രനെ കൂപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി കാലം എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ ഉയർത്തുന്ന ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. അവന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വചനത്തെ നീ മുറുകെ പിടിക്കുക. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ തന്നെ നമ്മളെ വീണ്ടും ജനിപ്പിച്ചെങ്കിൽ ഈ വചനം നിന്റെ ആഹാരമായി പിടിച്ചുകൊള്ളുക. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അത് പ്രശ്നമല്ല. തിരുവചനം നിന്റെ അണ്ണാക്കിന് മധുരമായി തീരുമ്പോൾ നിന്റെ ശരീരത്തിലും ആത്മാവിലും ഭൗതിക മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്ന ദൈവവചനത്തെ മുറുകെ പിടിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ തൽക്കാലമായി വിരമിക്കുന്നു. മണി 9 എന്നോട് പറഞ്ഞ സമയമായതുകൊണ്ടാണ് ഞാൻ കട്ട് ഷോട്ട് ചെയ്തത്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ ഈ സൂമിൽ കയറിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഏൽപ്പിക്കുന്നു കർത്താവെ, വചനം കേട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. അവരവരുടെ ഭവനങ്ങളിൽ നിന്ന് നീറുന്ന വിഷയങ്ങളും ഭാരങ്ങളുമായിട്ട് ഇരുന്നെങ്കിൽ വചനമായി നീ അവരെ വിടുവിക്കണമേ. കർത്താവെ, അതിവേഗത്തിലോടുന്ന തിരുവചനം അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ക്രിയ ചെയ്ത് നമ്മുടെ ശ്രേയസിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ച് ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കണമേ. സൗഖ്യം നൽകേണ്ടവർക്ക് ദൈവം സൗഖ്യം കൊടുക്കണമേ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ സുമിൽ കയറി ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപ പകരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ശക്തമായി